വയനാട്ടിൽ നിന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. അവിടെ DCC ട്രഷറർ NM വിജയൻ മകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ആ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ IC ബാലകൃഷ്ണനും അപ്പച്ചനും അതുപോലെ തന്നെ ഗോപിനാഥനും ഒക്കെ പ്രതികളായി നിൽക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യം ഇതെല്ലാമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്ന ചില വിവരങ്ങൾ കൂടി ഇത് സഹകരണ മേഖലയിലെ നിയമന തട്ടിപ്പാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ബത്തേരി അർബൻ ബാങ്ക് നിയമന കോഴയിൽ അന്വേഷണം എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വിശദാന്വേഷണത്തിന് സഹകരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമനങ്ങൾ സംബന്ധിച്ച് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും എന്നാണ് വരുന്നത്. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് വരുന്ന വിവരങ്ങൾ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശദാന്വേഷണത്തിന് ഇപ്പോൾ സഹകരണ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. അനൂപ് വിശദാംശങ്ങളുമായി ചേരുന്നു എന്നുള്ളതാണ്. അനൂപ്, ഒരു ഭാഗത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതിൽ പ്രതികളായവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് അവിടെ ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വന്നിട്ടുള്ള നിയമന തട്ടിപ്പ്, അതിലൂടെ പിരിച്ചെടുത്ത കോടികൾ, ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ ആ വിഷയവും സഹകരണ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നിയമന തട്ടിപ്പും പ്രശ്നങ്ങളും സഹകരണ വകുപ്പ് വിശദമായ അന്വേഷണത്തിലേക്ക് അക്കാര്യങ്ങളിൽ നീങ്ങുകയാണോ? തീർച്ചയായും NM വിജയന്റെ വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തെ തുടർന്ന് കൂടുതൽ വ്യക്തമായ വയനാട്ടിലെ ബത്തേരി സഹകരണ ബാങ്ക്, അർബൻ, അതുപോലെ തന്നെ കോൺഗ്രസിന് കീഴിലുള്ള സഹകരണ ബാങ്കുകളിലെ വലിയ നിയമന അഴിമതിയിൽ ഇപ്പോൾ സഹകരണ വകുപ്പ് തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമാണ് ഈ അന്വേഷണം നടത്താനുള്ള ഉത്തരവ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ സഹകരണ സംഘം പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഡെപ്യൂട്ടി രജിസ്ട്രാർ വിജിലൻസും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവും പ്രാഥമികമായ ഒരു പരിശോധന ഈ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ മാസം ആദ്യം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വിശദ അന്വേഷണത്തിന് ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുൽത്താൻ ബത്തേരി ജമാൽ KK ആണ്. ഈ 30 ദിവസത്തിനകം ഈ ഉത്തരവിറങ്ങി 30 ദിവസത്തിനകം വിശദാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. അന്വേഷണം നടത്തേണ്ട സ്ഥാപനങ്ങളുടെ പേരും ഈ ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക്, സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, അതോടൊപ്പം തന്നെ പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, സുൽത്താൻ ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്ക്. ഈ ബാങ്കുകളിലെ അനധികൃത നിയമനം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അനൂപ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ 2016 ശേഷം 80 തസ്തികകളിൽ നിയമനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെല്ലാം തരത്തിലുള്ള അത് വിശദമായി പരിശോധിക്കാൻ പോകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി കാണുന്നത് അല്ലേ? തീർച്ചയായും ഈ അർബൻ ബാങ്കിൽ ഈ കാലയളവിൽ നടന്നിട്ടുള്ള 80 തസ്തികകളുടെ നിയമനം, അതോടൊപ്പം തന്നെ ഈ അർബൻ ബാങ്ക് പുനർനിർണയിച്ച് അല്ലെങ്കിൽ വിഭജിച്ച് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചതിന്റെ അതിൽ തുടർന്ന് ആ ബാങ്കുകളിൽ നടത്തിയ 41 അധിക തസ്തികകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ വിശദാന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പ്രധാനമായും പറയുന്നത്. 5 കാര്യങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് ഈ വിഭാഗം അന്വേഷിക്കണം. അതിൽ പ്രധാനം NM വിജയന് സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കിൽ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ എത്ര ബാധ്യതയുണ്ട്, ആ ബാധ്യത സംബന്ധിച്ച് നിലവിലെ അവസ്ഥ എന്ത് തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം നടത്തണം. നമ്മളിപ്പോൾ അധികം സംസാരിക്കുക, അധികം വാർത്തകളിൽ വരാത്ത ഒരു കാര്യം നേരത്തെ അനൂപ് അത് പറഞ്ഞിട്ടുമുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂതാടി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ F1011, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ സുൽത്താൻ ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എന്നിവിടങ്ങളിലും 2016 മുതൽ വലിയ തോതിൽ നിയമനങ്ങൾ നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ ചില സർവീസ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നിയമന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തെ മുൻനിർത്തി പ്രാഥമിക പരിശോധന നടത്തി സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ചതിൽ പ്രസ്തുത സംഘങ്ങളിൽ ജീവനക്കാരുടെ നിയമനത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക അഴിമതി നടന്നതായിട്ടുള്ള ആരോപണത്തിൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഇതാണ് സഹകരണ വകുപ്പിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞത്. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ
2016 മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നിയമന തട്ടിപ്പുകൾ നടന്നു വരുന്നു. സ്ഥാനക്കയറ്റത്തിൽ ഈ പറഞ്ഞത് ചട്ടങ്ങൾ പാലിക്കാത്ത സ്ഥാനക്കയറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതാണ്. ചിലതിലൊക്കെ ഇപ്പോൾ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സഹകരണ വകുപ്പിൻ്റെ നടപടിക്കെതിരെ ബാങ്ക് ഹൈക്കോടതിയിൽ പോയി വാങ്ങിച്ചെടുത്ത സ്റ്റേ ഉത്തരവും കാര്യങ്ങളും അങ്ങനെ ചിലത് നിൽപ്പുണ്ട്. പക്ഷേ വ്യാപകമായ തോതിൽ 2016 ശേഷം നിയമന തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധനയിലേക്ക് പോകുന്നത് എന്നതുകൂടിയാണ്. അത് ഒന്നല്ല രണ്ടല്ല, നിരവധി സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി അല്ലേ അനൂപ്? അതെ, അതിൽ പ്രധാനപ്പെട്ടത് നിയമവിരുദ്ധമായി ജീവനക്കാരെ നിയമിച്ചിട്ടുള്ളതായി നേരത്തെ നടത്തിയ, അതായത് ഈ സംഭവ വികാസങ്ങൾ ഉയർന്നതിനെ തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളതായിരുന്നു അഴിമതി ആരോപണം. അതോടൊപ്പം NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ ഉയർത്തിയ പ്രധാന പരാമർശങ്ങളെല്ലാം തന്നെ ഇത്തരം സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങൾക്ക് പണം വാങ്ങി അതിന് ഇടനിലക്കാരനായി താൻ നിന്നു എന്നുള്ളത് സംബന്ധിച്ചാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്, വിശദാന്വേഷണമാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഇക്കാര്യങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ള രേഖകൾ തന്നെ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിട്ടുള്ള ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇക്കാര്യങ്ങളിലാകെ കൈരളി ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ അറിയാൻ കൈരളി ന്യൂസിൽ തന്നെ എത്തണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ര വലിയ സഹകരണ നിയമന തട്ടിപ്പാണ്. സഹകരണ മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിയമന തട്ടിപ്പ് 2016 മുതൽ വയനാട് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ സഹകരണ സംഘങ്ങളിൽ നടന്നുവരുന്നു. ആ നടന്നുവരുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയിലേക്ക് സഹകരണ ബാങ്ക് പോകുന്നു. കൈരളി ന്യൂസിൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് ആണ് പ്രേക്ഷക സ്ക്രീനിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അനൂപാണ് അവിടെ നിന്ന് ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അനൂപ്, ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണമാണ്. ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ NT അപ്പച്ചൻ, അതുപോലെ ഗോപിനാഥൻ. ഇതിൽ അപ്പച്ചനും ഗോപിനാഥനും ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ അനൂപ്? തുടർച്ചയായ 3-ാം ദിവസവും NT അപ്പച്ചനും അതോടൊപ്പം DCC പ്രസിഡന്റ് NT അപ്പച്ചനും KK ഗോപിനാഥനും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. അവർ ഈ വിധത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇന്നും അവർ ഈ സമയബന്ധിത കസ്റ്റഡിയിലാണ്. മുൻകൂർ ജാമ്യവ്യവസ്ഥ നൽകി കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 ദിവസത്തെ തുടർച്ചയായ പോലീസ് കസ്റ്റഡി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. NT അപ്പച്ചനെ ബത്തേരി DYSP ഓഫീസിൽ നിന്ന് ചോദ്യം ചെയ്യുന്നതിനിടെ കൽപ്പറ്റയിലേക്ക് എത്തിച്ച് DCC ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു പോലീസ്. ചില വിവരങ്ങൾ അത് സംബന്ധിച്ചുള്ള NM വിജയൻ ട്രഷറായിരുന്ന കാലത്തെ മിനിറ്റ്സ് രേഖകളെല്ലാം പരിശോധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം പോലീസ് അന്വേഷണത്തിൽ സഹായകമാവുന്ന രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അതിപ്പോഴും തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, IC ബാലകൃഷ്ണൻ MLA ഈ കേസിലെ ആത്മഹത്യാ പ്രേരണ കേസിലെ 1-ാം പ്രതി IC ബാലകൃഷ്ണനെ നാളെ മുതൽ ശനിയാഴ്ച വരെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹവും ഇതേ വിധം ഈ കോടതി ഉത്തരവിന് വിധേയമായി 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും നൽകിയത്. ഒന്ന്, സഹകരണ വകുപ്പ് ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. 30 ദിവസത്തെ സമയമാണ് ആ അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ച് നടത്തുന്ന വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇന്നിപ്പോൾ അപ്പച്ചനും അതുപോലെ തന്നെ ഗോപിനാഥനും അന്വേഷണ സംഘത്തിന് മുമ്പാകെ, നാളെയാണ് IC ബാലകൃഷ്ണൻ MLA അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകേണ്ടത്. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ KPCC പ്രസിഡന്റ് K സുധാകരനും എത്തേണ്ടതായി വരും. അതും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വസ്തുത കൂടിയാണ്, യാഥാർത്ഥ്യം കൂടിയാണ്.